നീരോ വാഷ് പണ്ണുങ്കോ ഞങ്ങൾക്ക്. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ച ഞാനിങ്ങോട്ട് പോന്നു ഗായ്സ്, കോളേജിലേക്ക് 2 ദിവസത്തെ വാസത്തിന് വന്നതാണേ. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ ഉള്ള ദിവസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാട്ടോ. രാവിലെ എണീറ്റിട്ട് മേശപ്പുറത്ത് നോക്കിയപ്പോൾ അച്ഛൻ കുറച്ച് മിറാക്കിൾ ഫ്രൂട്ട് പൊട്ടിച്ച് കവറിലിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവർക്കൊക്കെ കഴിച്ച് മട്ടി ഇത്ര എനിക്കിഷ്ടമായി. അപ്പോൾ ആ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നില്ലേ, അതാണ് പഴുത്തത് കേട്ടോ. ഓറഞ്ച് കളറിൽ ഉള്ളത് പഴുത്തിട്ടില്ല. അച്ഛൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയെന്ന് പറയുമായിരുന്നു. നീരവ് രാവിലെ എനിറ്റപ്പാടെ സൈക്കിൾ ചവിട്ടാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഭയങ്കര ഒരു വിഷമമാണ് നമ്മുടെ ചെറുതുരുത്തിയിൽ സൈക്കിളിൽ ചവിട്ടാൻ ഉള്ള സൈക്കിൾ കോളേജിലും കൊണ്ടുവച്ചല്ലോ എന്നുള്ളത്. വൈകിക്കാണ്ട് അച്ഛൻ ഒരു നല്ല സൈക്കിൾ മേടിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പുതിയത്. പിന്നെ ഞാനേ വേഗം പോയി പല്ല് തേച്ചിട്ട് മിറാക്കിൾ ഫ്രൂട്ട് കഴിക്കാനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ നീരവ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ട്. അവൻ എന്തൊക്കെയോ സർപ്രൈസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത്ര. ഞാനാണ് ഇത് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു കുരുണ്ട് കേട്ടോ. അത് എന്താ പറയുക, ഇതുണ്ടല്ലോ കപ്പലണ്ടി പീനട്ട്, അതാന്നൊക്കെയാണ് പറയണത് കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും അതൊക്കെ കൂടി കഴിച്ചു. അതിന് കുരു അടക്കം കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അച്ഛൻ രാവിലെ തന്നെ വിളക്ക് വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഈ ഒരു പാത്രമില്ലേ അച്ഛൻ്റെ കയ്യിലിരിക്കുന്നത്, അതിലാണ് കേട്ടോ അച്ഛൻ പൂവൊക്കെ പൊട്ടിച്ചിട്ടിടുക. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി പോവുക. ഇവനാണെങ്കിൽ കുളിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറയുന്നുണ്ട്, എടാ കുളിക്കാണ്ട് ഇങ്ങനെ സ്വാമി മുറിയിലേക്കൊന്നും പൂ പൊട്ടിച്ച് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവ അവിടെ നിന്നു കേട്ടോ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കുകയായിരുന്നു. എൻ്റെ നെറ്റിയുടെ അവിടെ നിന്നല്ലേ സ്റ്റാൻഡും മേടിച്ചിട്ടേ, TV സ്റ്റാൻഡില്ലേ, അവിടെ ഇടിച്ചതാ. നല്ല വേദനയുണ്ട് കേട്ടോ. ഞാനിത് എന്താ ഇവിടെ എപ്പോഴും വേദന, കുരു വരുന്നുണ്ടോ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോഴാണ് ഇന്നലെ ഇടിച്ച കാര്യം ഓർമ്മ വന്നത്. അവൻ്റെ ഒരു ഹെലികോപ്റ്റർ എടുക്കാൻ വേണ്ടി TV-യിൽ നോക്കി കുനിഞ്ഞതാണ് ഗൈസ്. അതാണ് കണ്ണും മൂക്കും വേണമെന്നൊക്കെ പറയണത്. അത് മര്യാദയ്ക്ക് നോക്കാണ്ട് കുനിഞ്ഞപ്പോൾ പടക്കൂ പറഞ്ഞ് ഒരു ഒറ്റയിടി. ഞാൻ വിചാരിച്ചു ഒക്കെ പോയിന്ന്. കണ്ണും നെറ്റിയൊക്കെ പൊത്തിയിട്ടാണ് കേട്ടോ കണ്ണാടിയിൽ പോയി നോക്കിയത്. ഞാൻ വിചാരിച്ചു ഊരൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് ഇറങ്ങിയെന്ന് വിചാരിച്ചു. ചെന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല, ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല. രാവിലത്തേക്കാണ് കേട്ടോ പാട് വന്നത്. വേദന ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ആ ഫ്രൂട്ട് ഉണ്ടല്ലോ പൊട്ടിച്ച് വെച്ചത്, അത് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു. പിന്നെ അവിടുത്തെ ചേച്ചിയുടെ അച്ഛനോടൊക്കെ വർത്താനം പറയായിരുന്നേ. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്കൂളിലേക്ക് പിള്ളേർക്ക് ബാഗ് മേടിച്ചോ ബുക്ക് മേടിച്ചോ അതൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. കാര്യാന്വേഷണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചേട്ടൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. ചേട്ടനൊന്നും കുളിച്ചിട്ടില്ല കേട്ടോ. അച്ഛൻ കുളിച്ച് കണ്ടപ്പോൾ നീരവന് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചുകൊണ്ട് വന്നതാട്ടോ. അവനാകെ നാണക്കേടാ കുളിച്ചിട്ടില്ല. ഇപ്പം പഴയ പോലെ ഇല്ല കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ വീഡിയോയിലൊക്കെ നിൽക്കും. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി എത്ര നീതുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ചേട്ടനെ കാണാറുണ്ട് ഇതൊക്കെ. അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു ഇത്രേ. പിന്നെ എല്ലാവരോടും ഇങ്ങനെ വിശേഷങ്ങൾ തിരക്കാറുണ്ടെന്നൊക്കെ അമ്മയൊക്കെ പറയണേക്കാട്ടോ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഇവർക്കും നല്ല സന്തോഷം. ഇപ്പോൾ ഇവരൊക്കെ മടിയൊന്നുമില്ല എൻ്റെ വീഡിയോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെന്ന് പറയുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞത് നീരവനെ കുളിപ്പിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ചേട്ടനും അച്ഛനും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാനും കുളിച്ചിട്ടൊന്നുമില്ല. ഞാനും അങ്ങനെ ഇരുന്നു കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. നല്ല മണം, അമ്മയുടെ ചട്നിക്ക് നല്ലൊരു മണം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കഴിക്കായിരുന്നു കേട്ടോ. ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനേ സനേഷാനും വിളിച്ചിട്ട് പുറത്തേക്ക് ഇവൻ്റെ കൂടെ ഇവന് സൈക്കിൾ ചവിട്ടണമായിരുന്നു. എനിക്ക് സംസാരിക്കണമായിരുന്നു ഫോണിൽ. ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ബ്രേക്ക് കട്ടടക്കം എല്ലാം പൊട്ടി വീണു കേട്ടോ. ഇവനാകെ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടോ. അയ്യോ എൻ്റെ സൈക്കിൾ പൊട്ടി, എനിക്ക് സൈക്കിളില്ലേ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലൊക്കെ തുടങ്ങി. എന്നിട്ടില്ല അച്ഛൻ TV കാണായിരുന്നു. മറ്റേ സിനിമയുണ്ടല്ലോ, ഏത് സിനിമ, ദുരന്തർ 2. എൻ്റെ പൊന്നെ നല്ല സിനിമയൊക്കെ തന്നെയാണോ. പക്ഷെ അത് കുറച്ച് എന്താ പറയുക സീനാണ്, കുറച്ച് പ്രശ്നമുണ്ട് സിനിമ. അതായത് തല വെട്ടിക്കളയുക, കണ്ണിൻ്റെ ഉള്ളിൽ സിറിഞ്ച് കയറ്റുക, അങ്ങനെ അയ്യോ എന്തൊക്കെയോ ഉണ്ടിട്ട് അതിൽ കാണണമെങ്കിൽ എൻ്റെ പൊന്നെ നല്ല മരക്കട്ടി വേണം. അപ്പോൾ അവിടെ പോയി കുറേ വിളിക്കാൻ നോക്കിയിട്ടോ അച്ഛനും ചേട്ടനും. അവരാണെങ്കിൽ സിനിമ കണ്ടിട്ട് വരണ്ടേ. അപ്പോൾ ലാസ്റ്റ് അവൻ്റെ എന്താ പ്രയോഗങ്ങൾ എടുത്തു തുടങ്ങി. അവ അവിടെ പോയിരുന്ന് ഊളിയിട്ട് കരയാനൊക്കെ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് അച്ഛനും ചേട്ടനും എണീറ്റ് വന്നു കേട്ടോ. അയ്യോ എനിക്ക് ഒരു ഭാഗം പോലും എനിക്ക് കാണാൻ പറ്റണില്ലേ ഗൈസ്. എന്നെ അച്ഛൻ ചീത്ത അറിയാതെ പറ്റുള്ളൂ. സിനിമ വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്, കാണുമോ വല്ലത്. ഞാൻ പറയായിരുന്നു ഇങ്ങനത്തെ സിനിമ എനിക്കൊന്നും കാണാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള കട്ടിയില്ല. പണ്ടൊക്കെ കണ്ടുവരുന്നു അച്ഛൻ്റെ കൂടെയൊക്കെ ഇരുന്ന്
പ്രേതത്തിൻ്റെയോ എന്ത് കുന്ത്രാണം വേണമെങ്കിലും ഇരുന്ന് കണ്ട കാലം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ എനിക്കിപ്പോൾ തീരെ പറ്റണില്ല. എനിക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ നീരവിനോടും കാണണമെന്നാണ് പറയുക. കാരണം പിള്ളേരുടെ മനസ്സൊക്കെ അതേപോലെ ആയാലോ, അതൊക്കെ പേടിച്ചിട്ട് ക്രിമിനൽ മൈൻഡൊക്കെ ആയാലോ. ഈ കാലത്ത് ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ പിള്ളേർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ക്രിമിനൽ മൈൻഡ് എങ്ങനെ വേണമെങ്കിലും ആവാം ഗൈസ്. അതുകൊണ്ട് അങ്ങനെയെന്ന് പറയും. ഇവനാണെങ്കിൽ പിന്നെ പാവാണ് കേട്ടോ, അവൻ പേടിത്തൊണ്ടനെ. അതുകൊണ്ട് അവനോട് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നില്ല കേട്ടോ. ഞാൻ ഈ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ അങ്ങോട്ട് കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തൊട്ടേ ഇങ്ങനെ മഴക്കാർ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടർ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക. അപ്പോൾ അച്ഛൻ്റെ വണ്ടി ഉള്ളതുകൊണ്ട് എനിക്കിത് ഇങ്ങോട്ട് കയറ്റി വയ്ക്കാൻ പറ്റണില്ല കേട്ടോ. അച്ഛൻ്റെ വണ്ടി മാറ്റിയപ്പോഴും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഉന്തിയിട്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നും നീങ്ങി വരുന്നില്ല വണ്ടി. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ, അച്ഛനെ കൊണ്ട് ഉന്തിപ്പിച്ച് അങ്ങോട്ട് കയറ്റി വെപ്പിച്ചു. സ്റ്റാൻഡ് ഇതാക്കാൻ പറഞ്ഞിട്ട് അതും പറ്റണില്ല, സ്റ്റാൻഡ് ഇടാൻ പറഞ്ഞിട്ട് അതും പറ്റണില്ല. വല്ലാത്തൊരവസ്ഥ. ഒരു സ്റ്റാൻഡ് പോലും ഇടാൻ അറിയാത്ത ഞാൻ എങ്ങനെ ചെറുത്തുരുത്തിന്ന് കോലരി വരെ വണ്ടിയും കൊണ്ട് വരണേന്ന് ഞാൻ തന്നെ ആലോചിച്ചു ഗൈസ്. ഇവരും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചു കേട്ടോ. പിന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ വണ്ടി ഇനിയിപ്പോൾ പഴയ നനയില്ലേ, അതുകൊണ്ട് അച്ഛനും കയറ്റിയിട്ടോന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ കയറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ ഭയങ്കര പണിയിലായിരുന്നു കേട്ടോ. എന്താണ്ടൊക്കെയോ ചെയ്ത് ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി. ഇതിൻ്റെ ഇടയിൽ മാമനും മോനും നല്ല ചർച്ചയിലായിരുന്നു. മാമന് പണ്ട് സൈക്കിളും വന്ന് വീണ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ കുട്ടിക്ക്. അതൊക്കെ കേട്ട് നീരവ് ചോദിക്കായിരുന്നു, മാമനെ സൂക്ഷിക്കായിരുന്നില്ലേന്ന്. ആണോ? എന്തൊരു കഷ്ടാണ്. ഉമ്മ ചേർത്തെ ഉമ്മ ചേർത്തോ? എനിക്ക് ബ്രേക്കില്ലാതെ തന്നെ ഉമ്മ ചേർത്തോ? അവിടെ ഉമ്മ ചേർത്തോ? അമ്മ അമ്മ ഒരു കാര്യം പോട്ടെ. എനിക്ക് ബ്രേക്ക് അടിക്കാതെ അച്ചാറ് ഇടുക്കപ്പാ അച്ചാറ് വായലിയും അത് ഉപ്പിലിട്ടതുകൊണ്ടാണ് ഉണ്ടാക്കണത്. അച്ചാറ് 3 ആഴ്ച ഉപ്പിലിട്ട് இங்க ഈ ചിക്കൻ മട്ടും വാഷ് பண்ணுங்கோ അല്ലാമ അത് എരിയും. 11 മണി തൊട്ട് പറയാൻ തുടങ്ങി ഇതാ വെല്ലീസിനോടേക്ക് പോവാന്ന് കേട്ടോ. വെല്ലീസിനാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തു. ഒരു സ്പെഷ്യൽ സാധനം കൊണ്ട് വരാൻ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷേ ഇവരിറങ്ങണില്ല. ഇവരുടെ സിനിമ കണ്ട് കഴിഞ്ഞിട്ടില്ല. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവരത് സ്റ്റെക്കാക്കി വെച്ചു. അപ്പോൾ ആ സമയം പോയില്ലേ. എനിക്കാണെങ്കിൽ കുറേ വിഷമമായി തുടങ്ങിയിട്ടോ. അമ്മയും കിടന്ന് തുടങ്ങി. ആകെ ഒരു മൂഡ് ഓഫായിട്ട്. എനിക്കാണെങ്കിൽ സിനിമ കാണാനും തോന്നണില്ലാന്നേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നീരവനോ ഒരു നേന്ത്രപ്പഴം മുറിച്ച് കൊടുക്കാമെന്ന്. അവ അത് കഴിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നു. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറയാൻ തുടങ്ങി, ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവുണ്ടെങ്കിൽ പോവുക, എന്താണെങ്കിൽ ചെയ്യാമെന്ന്. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ തമിഴ് വേറൊന്നുമല്ല കേട്ടോ പറയണത്. ഇപ്പം ഇടയ്ക്ക് ലൈവിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ തമിഴ് പറയുന്ന ചേട്ടന്മാരാണ് കേട്ടോ വരണത്. അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ അറിയണില്ല സംസാരിക്കാൻ. കുറച്ചറിയും. മലയാളം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ജപ പറയാൻ അറിയണത് തമിഴ് തന്നെയാണ് കേട്ടോ. ഇംഗ്ലീഷൊന്നും തീരെ അറിയില്ല സംസാരിക്കാൻ. അപ്പം ഞാനതൊക്കെ അച്ഛൻ്റെ കൂടെ വന്ന് സംസാരിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ നിന്ന് കുറച്ച് വാക്കുകൾ കിട്ടുകയും ചെയ്തു, അച്ഛൻ്റെ നിന്ന് കുറച്ച് പഠിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പഠിച്ചെടുത്തു. നീരവനും ചേട്ടനും ചിരി വന്നിട്ട് ഞങ്ങൾ വർത്താനം കേട്ടിട്ട് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആ വില്ലേജിനോടൊക്കെ എത്തി. സാധിച്ച് നടന്നു കേട്ടോ. അതാണ് മെയിനായിട്ട് ഞാൻ അങ്ങോട്ട് പോയത്. നമ്മുടെ കുഞ്ഞിച്ചക്കൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അവനെ വീട്ടിൽ വിളിക്കണ പേര് അക്കൂന്നാട്ടോ. അവൻ്റെ ശരിക്കുള്ള പേരെന്താ ഞാൻ മറന്നു പോയിട്ടോ. മൂത്തവൻ തറച്ചുട്ടനാണ്. ഇവൻ്റെ പേര് ഞാൻ മറന്നു. എന്താ പറയുക അങ്ങനെ. പിന്നെ അവനെന്താ ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ ചിരിക്കില്ല. അവനോട് ഇങ്ങനെ ഞാൻ ചിരിക്കുമോ ഒന്ന് ചിരിച്ചേന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാം. അവൻ ചിരിക്കില്ല. ഇങ്ങനെ നോക്കിയിരിക്കട്ടോ എന്നെ തുറപ്പിച്ചിട്ട്. ചേച്ചീനോട് പറയുമ്പോൾ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അവൻ ഭയങ്കര സീരിയസ് കുഞ്ഞപ്പനാണ്. പിന്നെ അച്ഛനും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ മെല്ലെ റൂമിലേക്ക് പോയപ്പോൾ ഇതാ രണ്ടാളും മിണ്ടാണ്ട് കിടക്കുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിക്കണേന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയപ്പോൾ രണ്ടാളും കൂടെ ഗെയിം കളിക്കുക കേട്ടോ. അതടച്ചിട്ടേ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കേട്ടോ. അവന് ഫോണൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടനും അനിയനും കൂടി നല്ല കളിയായിരുന്നു കേട്ടോ.
എനിക്കിതൊക്കെ കാണുമ്പോഴേ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ നേരം കിട്ടുമ്പോൾ വലിയച്ഛനോടൊക്കെ ഓടി വരും. ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ കൂടി എവിടെയെങ്കിലുമൊക്കെ കൂടി കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നീരവിന് കളിക്കാൻ ഒരു സമയം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒഴിവ് ദിവസങ്ങളിൽ ചേച്ചിമാരും പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വന്ന് നിന്നാൽ ഇടയ്ക്ക് വല്ലപ്പോഴും കളിക്കാൻ പറ്റുന്നു. അതാ നോക്കണത് ഫ്ലാഷ് അടിക്കണായിരുന്നു. ഇടയിലൊന്ന് ചിരിച്ചിരുന്നു. ആ വീഡിയോ ഇവിടെ പോയി ആവോ. കുറേ നേരം ഞാനും ചേച്ചി കൂടി പുറത്ത് പോയി നിന്ന് വർത്താനം പറയായിരുന്നു. പിന്നെ വല്യമ്മ വിളിച്ചു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ചായ കുടിച്ചു. നമ്മുടെ ദർശുട്ടൻ ജിലേബിയൊക്കെ കൊണ്ട് എല്ലാവർക്കും ഭാഗം വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കില്ലേടാ ചേച്ചി, എനിക്കൊരു കഷ്ണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. നീരവ് 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 ചേട്ടൻ, ദർശു ചേട്ടൻ. എല്ലാം കഴിഞ്ഞ് 5 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.